ജലബജറ്റുമായി പുനലൂർ നഗരസഭ. നാടിനെ ജലസമൃദ്ധമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാന തോടുകളുടെ ശുചീകരണം ആരംഭിച്ചു. കരട് ജലബജറ്റ് കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്തു. പുനലൂരിനെ ജലസമൃദ്ധിയിലാക്കാൻ ജലബജറ്റ് തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് പുനലൂർ നഗരസഭ. ഇതിന്റെ ഭാഗമായി കരട് ജലബജറ്റ് 22-ന് ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം ചർച്ച ചെയ്തു. എല്ലാ ജലസ്രോതസ്സുകളും കണ്ടെത്തി പഠന വിധേയമാക്കും. മഴവെള്ളം ഉൾപ്പെടെ ഒരു വർഷം പുനലൂരിൽ ലഭിക്കുന്ന ജലവും ജലത്തിന്റെ ഉപയോഗവും പഠന വിധേയമാക്കിയാണ് ജലബജറ്റ് തയ്യാറാക്കുന്നത്. മഴക്കാലങ്ങളിൽ ലഭിക്കുന്ന ജലത്തെ സംഭരിക്കുന്നത് വഴി വേനൽക്കാലത്തും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ പദ്ധതികൾക്ക് രൂപം നൽകും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം സമഗ്രവും വിശദവുമായ ജലബജറ്റ് തയ്യാറാക്കി നടപ്പാക്കുമെന്ന് ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ പറഞ്ഞു. വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ നഗരസഭാ പ്രദേശത്തെ ചെറുതും വലുതുമായ എല്ലാ നീരൊഴുക്കുകളും ജലസ്രോതസ്സുകളും ശുചീകരിക്കും. ഇതിന്റെ ഭാഗമായി കല്ലടയാറ്റിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാന തോടുകളായ മുറിഞ്ഞകലങ്ക് വെട്ടിപ്പുഴ, ചെമ്മന്തൂർ വെട്ടിപ്പുഴ, ചെമ്മന്തൂർ റോഡ്, സ്റ്റേഡിയം എന്നിവ ശുചിയാക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യും. തോടുകളുടെ സ്വാഭാവിക ഘടന വീണ്ടെടുക്കും. ഇതുവഴി നീരൊഴുക്ക് സുഗമമാക്കും. നടപ്പ് സാമ്പത്തിക വർഷം തന്നെ നഗരത്തെ ജലസമൃദ്ധമാക്കുന്ന പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.